ചുറ്റും നിന്നവർ അവരെ പിടിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ അതുതന്നെ സംഭവിച്ചേനെ. യൂദാസ് പക്ഷേ പെട്ടെന്ന് പിടിവിട്ടു. അടിതെറ്റി വീഴാനാഞ്ഞ അച്ഛൻ നിവർന്നു നിൽക്കാൻ ശ്രമപ്പെടുമ്പോൾ യൂദാസ് ബാലുവിന്റെ ശവം ഒരു ശബ്ദത്തോടെ കരയിലേക്ക് വലിച്ചിട്ടു. പിന്നീട് കായലിന്റെ പരപ്പിലേക്ക് ഒരു വല എന്നതുപോലെ സ്വയം വലിച്ചെറിഞ്ഞു. കാണാമറയത്തേക്ക് നീന്തി. അയാൾ കടന്നുപോയ ഊക്കിൽ ആഞ്ഞടിച്ച ഓളങ്ങളിൽ ബാലുവിന്റെ ശരീരം ഒരു വാഴപ്പിണ്ടി പോലെ വെള്ളത്തിൽ മെഴുമെഴ ഉയർന്നു താഴ്ന്നു. ബാലുവിന്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. കരിമീനുകൾ കൊത്തിവലിച്ച് പവിഴപ്പുറ്റുകൾ പോലെയാക്കി തീർന്നിരുന്നു അത്. അവന്റെ ശവം വീട്ടിലേക്ക് വെള്ള പുതപ്പിച്ചെടുത്തപ്പോൾ നിറയെ ചന്ദനത്തിരികൾ കത്തിച്ചു വെക്കാൻ ഞാൻ ഉത്സാഹിച്ചു. അച്ഛൻ വിറയ്ക്കുന്ന തലയാട്ടി അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. ബാലുവിന്റെ അമ്മ, എൻ്റെ വല്യമ്മായി, മാറ തലച്ച് കരയുമ്പോൾ ഞാൻ യൂദാസിനെക്കുറിച്ച് തുടർന്നും ഓർത്തു. കായലിലേക്ക് നീന്തി മറയുമ്പോൾ അയാളും കരയുന്നുണ്ടായിരുന്നു. ആരായിരിക്കും യൂദാസ് എന്ന് ഞാൻ തലപുകഞ്ഞ് ചിന്തിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർ 13 പേരായിരുന്നു. അവരിൽ ഒരു ദാസ് ഉണ്ടായിരുന്നില്ല. അപ്പൂട്ടിക്കോ ചെറിയ രാജനോ പുഷ്പരാജനോ ഭരതനോ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നതായി അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ആരായിരുന്നു ദാസ്? എനിക്കതിൻ്റെ ഉത്തരം അറിഞ്ഞേ തീരൂ എന്ന് തോന്നി. ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാത്ത 14-നെക്കുറിച്ച് ഞാൻ പുളകത്തോടെ ചിന്തിച്ചു. ചിന്തിക്കും തോറും എനിക്ക് അയാളോട് പ്രേമം വർദ്ധിച്ചു. ബാലുവിൻ്റെ ശരീരം തെക്കേ പുരയിടത്തിൽ കുഴിവെട്ടി മൂടുമ്പോൾ ഞാൻ കായലിലേക്ക് നോക്കി നിന്നു. എൻ്റെ ഹൃദയത്തിൽ യൂദാസിനോടുള്ള പ്രേമം അലയടിച്ചു. പോക്കുവെയിൽ മങ്ങിത്തുടങ്ങിയ നേരമായിരുന്നു. കായലിന് ഘനീഭവിച്ച പച്ച നിറം. അയാളുടെ വെളുത്ത മുഖം ഒരിക്കൽ കൂടി കൈകളിലെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അയാളുടെ നീണ്ട തലമുടിക്ക് ചുവപ്പ് രാശിയുണ്ടായിരുന്നു. വളർന്ന താടിയും മീശയും അയാൾക്ക് ക്രിസ്തുവിൻ്റെ ഛായ നൽകിയിരുന്നു. ജലപ്പരപ്പിന് നടുവിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. യൂദാസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരിക്കുമോ? അയാളുടെ മുഖത്തെ ശോഭം ഞാൻ വീണ്ടും ഓർത്തു. അയാളുടെ കണ്ണുകൾ ചുവന്ന് ചോരച്ചിരുന്നു. ചെമ്പൻ മുടി നനഞ്ഞു ഒട്ടിയിരുന്നു. നീന്തി മറയുമ്പോൾ അയാൾ ഉയർത്തിയ ഓളങ്ങൾക്ക് എന്തൊരു ശക്തിയായിരുന്നു! പാദങ്ങൾ മാത്രം മുങ്ങും വിധം തീരത്ത് നിന്ന് എനിക്ക് പോലും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. നോക്കി നിൽക്കെ കായലിൽ ഇരുട്ട് വീണു. പിന്നെ നിലാവുദിച്ചു. നിലാവിൽ കായൽ കണ്ണാടി പോലെ തിളങ്ങി. സ്നേഹവ്യഗ്രതയോടെ ഞാൻ യൂദാസിന്റെ രൂപം തിരഞ്ഞു. പിന്നെ പിറ്റേന്ന് യൂദാസിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അയാൾ എന്നേക്കുമായി പോയി കഴിഞ്ഞെന്ന് എനിക്ക് വ്യക്തമായത്. കുടിൽ തുറന്നു കിടന്നു. അകം ശൂന്യമായിരുന്നു. തടിക്കെട്ടിലും ചെറിയൊരു ഡെസ്കും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അയാളുടെ കായൽ ചേറുപുരണ്ട് ചുവന്ന തോർത്തുകളും മുണ്ടുകളും ചെറിയ പെട്ടികളും എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിന്നു. കുറച്ചുനേരം എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. ആ ഇരുണ്ട ജീവിതത്തിൽ ഇനിയൊരു രക്ഷാമാർഗം എനിക്ക് തുറന്നു കിട്ടുകയില്ലെന്ന് തോന്നി. അയാളെ ഞാൻ സ്നേഹിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. അയാളോടൊപ്പം വിപ്ലവത്തിന് പുറപ്പെടുമായിരുന്നു. 15-ാം വയസ്സിൽ ആദ്യത്തെ വിരഹത്തിൻ്റെയും വിയോഗത്തിൻ്റെയും കൈവിടലിൻ്റെയും ശൂന്യതയോടെ ഞാൻ എൻ്റെ നാലുകെട്ടിലേക്ക് മടങ്ങി. രാത്രി അച്ഛന് വല്ലാതെ അസുഖം മൂർച്ഛിച്ചു. ഡോക്ടർ വന്നപ്പോൾ തലേന്ന് യൂദാസ് തന്നെ പിടിച്ചുലച്ച കാര്യം അച്ഛൻ പറഞ്ഞു. അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർ അമ്പരന്നു. അച്ഛൻ വിറയ്ക്കുന്ന തലയാട്ടി ഡോക്ടറെ നോക്കി ചിരിച്ചു. കള്ള കഴിവറുടെ മോൻ. അവനെ ഇടിച്ച് ഞാൻ പരിപ്പിളക്കിയിട്ടുണ്ട്. അവനെ ഉരുട്ടി എൻ്റെ റോളർ വളഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും അവൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറയിപ്പിച്ചു. നെഞ്ചിൻ കൂട് പൊട്ടിയപ്പോൾ അവൻ പറഞ്ഞു. അറിയുന്നതെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു. അവനെ കൊണ്ടാണ് ഞങ്ങൾ 2 എണ്ണത്തിൻ്റെ ശവം കയത്തിലിട്ടത്. ഉമ്മറത്ത് അരഭിത്തിക്ക് താഴെ മുറ്റത്ത് ചന്ദനത്തിരികളുടെ കുറ്റികൾ, കുത്തിവെച്ച വാഴപ്പിണ്ടിത്തടങ്ങൾ വീണുകിടന്നിരുന്നു. ബാലുവിൻ്റെ തലയ്ക്കൽ കത്തിച്ചു വെച്ചിരുന്നവ. അവ കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ ഹൃദയത്തിൽ പൊള്ളലുണ്ടായി. പിന്നീടുള്ള രാത്രികൾ ഞാൻ കായലിൻ്റെ കയത്തിൽ കാൽ കുഴഞ്ഞു നീന്തുന്നത് സ്വപ്നം കണ്ടു. അടിത്തട്ടിൽ ഒരുപാട് ശവങ്ങൾ എന്നെ നോക്കി കൈകൊട്ടി ചിരിക്കുന്നത് കണ്ടുകിടന്നു. അവയ്ക്കെല്ലാം യൂദാസിൻ്റെ ഛായയായിരുന്നു. കല്ലായി പുഴയുടെ തീരത്ത് വെച്ചാണ് ഞാൻ വീണ്ടും അയാളെ കണ്ടത്. തമ്മിൽ പിരിഞ്ഞ് 5 വർഷത്തിനു ശേഷം. കോഴിക്കോട്ട് ഞാൻ PG ഡിപ്ലോമയ്ക്ക് പഠിച്ചിരുന്ന കാലം. അന്നതൊരു പുതിയ കോഴ്സായിരുന്നു. വീട്ടിൽ നിന്ന് കഴിയുന്നത്ര ദൂരെ പോകാൻ വേണ്ടിയാണ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. അതുവരെ ഓരോ വർഷവും ഓരോ ദിവസവും ഞാൻ യൂദാസിനെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചു. രാവിലെ ഉണർന്ന് കായലിലേക്ക് നോക്കുമ്പോൾ ജലപ്പരപ്പിൽ കാണുന്ന ചെറിയ കറുത്ത പൊട്ടുപോലും അയാളാണെന്ന് തോന്നി. അതിനിടെ അച്ഛൻ കൂടുതൽ അവശനായി കഴിഞ്ഞിരുന്നു. അമ്മ കായലിൽ വീണു മരിച്ചു. അത് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴായിരുന്നു. ഒരു ദിവസം രാവിലെ 2ാമത്തെ അനിയൻ അമ്മയെ വിളിച്ചിട്ട് വിളി കേട്ടില്ല. വീട്ടിലെവിടെയും അമ്മ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമായപ്പോൾ കരിമീൻ പിടിക്കാൻ കായലിലിറങ്ങിയവർക്ക് അമ്മയുടെ നീണ്ട മുടിയിൽ പിടുത്തം കിട്ടി. ചെളിയിൽ നിന്ന് അമ്മയുടെ കരുവാളിച്ച ശരീരം ഒരു വലിയ കരിമീൻ പോലെ വലിച്ചെടുത്തു.
ഞങ്ങളുടെ വലിയ നാലുകെട്ടൊഴികെ മറ്റുള്ള സ്വത്തുക്കൾ അമ്മയുടെ ഒളിസേവക്കാരനായ മച്ചുനന്റെ പേരിലായി കഴിഞ്ഞിരുന്നു. അച്ഛൻ വീട്ടിൽ തളർന്നു കിടന്നു. ഞാൻ വല്ലപ്പോഴും മാത്രം ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളായിരുന്നു അവ. വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ റബ്ബർ പാവ് പോലെയുള്ള ജീവിതം. അത് ഉയർന്നു താഴുകയും ഒഴുകി നീങ്ങുകയും ചെയ്തു. ഒരിക്കലും തീരത്തെത്തിയില്ല. ഒരിക്കലും മനഃശാന്തി അറിഞ്ഞില്ല. രാത്രികളിലെന്നും ഞാൻ യൂദാസിനെ ഓർത്തു. ഓർക്കുന്തോറും അയാൾ എന്നെ വേദനിപ്പിച്ചു. ചിലപ്പോഴൊക്കെ എനിക്ക് അയാളോട് വെറുപ്പ് തോന്നി. അച്ഛൻ്റെ മർദ്ദനം സഹിക്കവയ്യാതെ എല്ലാം തുറന്നു പറഞ്ഞ അയാൾ സ്നേഹം അർഹിക്കുന്നില്ല എന്ന് തോന്നി. അയാൾ ഭീരുവായിരുന്നു. അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്നെ വഞ്ചിച്ചത്. ഭീരുവായ യൂദാസിനെ ഞാനൊരു ധീരനായകനായി സങ്കല്പിച്ചു, വലുതാക്കി. കുറ്റം എൻ്റേതാണ്. പ്രേമം വളരെ അർത്ഥശൂന്യമായ വികാരമാണ്, പ്രത്യേകിച്ചും ഏതെങ്കിലും പുരുഷനോടുള്ള പ്രേമം. വേണ്ടത് ലോകത്തോടുള്ള പ്രേമമാണ്. എൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ അത്തരമൊരു പ്രേമബന്ധത്തിൽ വീണ് മനസ്സിൻ്റെ വിശുദ്ധി നശിപ്പിച്ചതിൽ കുറ്റബോധം തോന്നി. അതിന് പ്രായശ്ചിത്തമായി ഞാൻ വീണ്ടും മനസ്സുകൊണ്ട് കക്കയം ക്യാമ്പിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അച്ഛൻ വിവരിച്ചു കേൾപ്പിച്ച മർദ്ദനമുറകൾ വീണ്ടും അനുഭവിച്ചു. ഓരോ തവണയും ഞാൻ പല്ലുകൾ കടിച്ചു. ചുണ്ടുകൾ പൂട്ടി വിപ്ലവം ജയിക്കട്ടെ എന്നോ വളരട്ടെ നക്സൽബാരി വളരട്ടെ എന്നോ വിളിച്ചു പറയുന്നതായി സങ്കല്പിച്ചു. എൻ്റെ തലമുറയിൽ ഇത്തരം ചില മായാവിഭ്രമങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറ്റെല്ലാം മാഞ്ഞുപോയി. വിശ്വസിക്കാനും സ്നേഹിക്കാനും പോരാടാനുമുള്ള എല്ലാ കരുത്തും അച്ഛൻ്റെ തലമുറ ഉരുട്ടിപ്പരത്തി നശിപ്പിച്ചു. വിശ്വസിക്കാനുള്ള കഴിവെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഇല്ല. ആണിപ്പഴുതുകളിൽ തൊട്ടുനോക്കാതെ വിശ്വസിക്കാൻ ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കോഴിക്കോട് കൂടെ പഠിച്ചിരുന്ന ഒരു ആൺകുട്ടി പുഴയിൽ വീണു മരിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ക്ലാസ് മുഴുവൻ ആ സ്ഥലത്തേക്ക് പോയത്. അവൻ ചാലിയാർ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്ന് പിന്നീട് കേട്ടു. എന്നെ അത് ബാധിച്ചില്ല. ആരോ മരിച്ചു, ആരോ കൊന്നു, അത്രമാത്രം. പക്ഷേ ബോഡി കിട്ടിയില്ല എന്ന് ആരോ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കായൽ ഓർമ്മ വന്നു. വിശാലമായ പുഴയുടെ ഓരത്ത് നിൽക്കുമ്പോൾ ഞാൻ പരവശയായി. ഒരുപാട് സ്മരണകൾ മനസ്സിൽ തിരയിളകി. ഒരു ബോട്ടിലും വെള്ളത്തിലും ആളുകൾ പുഴയിൽ തപ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജലപ്പരപ്പിൻ്റെ അടിയിൽ നിന്ന് ഒരു പിടച്ചിലോടെ പരൽമീൻ കൊത്തിയെടുക്കുന്ന നീർക്കാക്ക കണക്കെ ഒരാൾ കയ്യിലൊരു ശരീരവുമായി ഉയർന്നു പൊങ്ങി. വെള്ളത്തുള്ളികൾ നാലുപാടും തെറിച്ചു. ശവം ബോട്ടിലേക്ക് കൈമാറിയതിനു ശേഷം അയാൾ വീണ്ടും പുഴയിലേക്ക് മറിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഞാൻ ആളെ തിരിച്ചറിഞ്ഞു. എൻ്റെ ഹൃദയം ഉയർന്നു ചാടി. ഞാൻ യൂദാസ് എന്ന് വിളിക്കാൻ തുടങ്ങി. സ്വയം നിയന്ത്രിച്ചു. അയാൾ വിപ്ലവം ജയിക്കട്ടെ എന്ന് ഉറക്കെ വിളിച്ചു കാണുമായിരിക്കും. നക്സൽബാരി സിന്ദാബാദ് എന്നും ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യടാ എന്നും അലറിക്കാണുമായിരിക്കും. അത് കേട്ടതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അയാളുടെ ശബ്ദമോ രൂപമോ വ്യക്തമല്ലാത്ത വിധം അകലെയായിരുന്നു ഞാൻ. പുഴയിലേക്ക് എടുത്തു ചാടി അയാൾക്കരികിലേക്ക് നീന്താൻ എനിക്ക് വ്യഗ്രതയുണ്ടായി. നോക്കി നിൽക്കെ അയാൾ ഓളങ്ങളിൽ മങ്ങിമറഞ്ഞു. അവിടെ നിൽക്കെ ഒരു സ്ത്രീ ആയതിൽ ഞാൻ നിരാശപ്പെട്ടു. 15 വയസ്സിനേക്കാൾ തീവ്രതയോടെ ആ നിമിഷം യൂദാസിനെ ഞാൻ സ്നേഹിച്ചു. പുഴയോരത്തു കൂടി മരിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ യൂദാസിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അയാൾ എവിടെയോ മറഞ്ഞു. പുഴവെള്ളത്തിൽ അയാളുടെ ചെമ്പൻ മുടിയും വെളുത്ത മുഖവും പാതിമയങ്ങിയ ദുഃഖം നിറഞ്ഞ കണ്ണുകളും ഒഴുകിപ്പോയി. മരിച്ച കുട്ടിയുടെ അമ്മ മാറത്തലച്ച് നിലവിളിക്കുമ്പോൾ അവർക്ക് വല്യമ്മയുടെ ഛായ തോന്നി. വളരെ കാലത്തിനു ശേഷം മുങ്ങി മരിച്ച ഒരാളെക്കുറിച്ച് കേൾക്കുകയും ശരീരം നേരിട്ട് കാണുകയുമായിരുന്നു ഞാൻ. വളരെ കാലത്തിനു ശേഷം ചന്ദനത്തിരിയുടെ ഗന്ധം ഞാൻ ശ്വസിച്ചു. വെള്ള പുതച്ച ശരീരത്തിൽ റീത്തു വയ്ക്കുമ്പോൾ വെള്ളം കയറി ചീർത്തു വെളുത്ത കാൽവിരലുകൾ ഞാൻ കണ്ടു. എനിക്ക് യൂദാസിനെ കണ്ടേ തീരൂ എന്ന് തോന്നി. അയാളോടുള്ള ദേഷ്യം പെട്ടെന്ന് മാഞ്ഞുപോയി. പുഴയിൽ അയാൾ എവിടെയാണോ മറഞ്ഞു പോയതെന്ന് ഞാൻ വേവലാതിപ്പെട്ടു. സഹപാഠികളെല്ലാം തിരിച്ചു പോയിട്ടും ചൂണ്ടക്കൊളുത്ത് വിഴുങ്ങിയതുപോലെ ഞാൻ പിടഞ്ഞു. തീരത്ത് ഞാൻ ഒരുപാട് അലഞ്ഞു. ഒടുവിൽ യൂദാസിന്റെ വാസസ്ഥലം കണ്ടെത്തി. പുഴയോരത്ത് വളരെ അകലെ 3-4 ഓലകൾ ചായച്ചും ചെരിച്ചും കെട്ടിയ ചെറിയ കുടിലായിരുന്നു അത്. തീരത്തെ കുഴമണ്ണിലൂടെ നടന്ന് കറുത്തുപോയ പാദങ്ങൾ പുഴയിൽ തന്നെ കഴുകി അയാളുടെ തിണ്ണയിലേക്ക് കയറുമ്പോൾ ഞാൻ വല്ലാതെ തളർന്നു. അയാൾ മദ്യപിക്കുകയായിരുന്നു. വാതിൽക്കലെത്തിയ എന്നെ അയാൾ ഞെട്ടലോടെയാണ് നോക്കിയത്. ഗ്ലാസ്സിലുണ്ടായിരുന്നത് മുഴുവൻ തീർത്തിട്ടാണ് പുഞ്ചിരിച്ചത്. എനിക്ക് പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്താൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ചുമലിലിട്ട ബാഗ് തിരുമ്പി പിടിച്ച് സാരിയുടെ തലപ്പ് ചുറ്റിപ്പിടിച്ച് വിയർത്ത മുഖത്തോടെ ഞാൻ അയാളെ ഉറ്റുനോക്കി നിന്നു. അയാൾ സാവധാനം എഴുന്നേൽക്കുകയും ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഷർട്ടെടുത്തിട്ട് ബട്ടണുകൾ ഓരോന്നായി ഇടുകയും ചെയ്തതിനു ശേഷം എനിക്ക് നേരെ തിരിഞ്ഞു. പ്രേമയല്ലേ? അയാളുടെ ശബ്ദം മരവിച്ചതായിരുന്നു. എനിക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. എങ്കിലും അയാൾ എന്നെ 5 വർഷങ്ങൾക്ക് ശേഷവും തിരിച്ചറിഞ്ഞല്ലോ എന്ന് ഹൃദയം ആഹ്ലാദിക്കുകയുണ്ടായി. പ്രേമ എന്താ ഇവിടെ? അയാൾ അതേ മരവിച്ച ശബ്ദത്തിൽ അന്വേഷിച്ചു.
അപ്പോഴും എനിക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. കുറേ നേരം കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. യൂദാസ് ക്ഷമാപണത്തിൽ പുഞ്ചിരിച്ചു. കുറച്ചു നാളായി ഞാൻ ഇവിടെയാണ്. നിങ്ങളുടെ നാടിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. പ്രേമയെക്കുറിച്ചും ഞാൻ ഓർക്കാറുണ്ട്. ഒന്ന് വന്ന് കണ്ടാലോ എന്ന് തോന്നാതിരുന്നില്ല. പക്ഷേ പുറപ്പെടാൻ നേരം എനിക്ക് പനിയായി. പിന്നെ ഞാൻ എങ്ങനെ വരും? കണ്ടില്ലേ, ഇവിടെ എല്ലാ ദിവസവും ജോലിയാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും വീണു മരിക്കും. അയാൾ വളരെ സാധാരണ മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ണു ചിമ്മാതെ നോക്കി. യൂദാസ്, മുതല യൂദാസ്, എൻ്റെ കായലിലെ ശവങ്ങൾ പുറത്തെടുത്ത വിപ്ലവകാരി, എൻ്റെ വിമോചന സമരത്തിൻ്റെ പോരാളി. അകത്തേക്ക് വരൂ, അയാൾ ക്ഷണിച്ചു. മുറിക്കുള്ളിൽ കഞ്ചാവിൻ്റെ ഗന്ധം നിറഞ്ഞിരുന്നു. അതെന്നെയും മയക്കുന്നതുപോലെ തോന്നി. എന്തിനാണ് അയാളെ അന്വേഷിച്ച് അത്രയും ദൂരം വന്നതെന്ന് ഞാൻ സ്വയം ചോദിച്ചു. അയാൾ എനിക്ക് ആരാണ്? ഞങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമില്ല. എങ്കിലും എനിക്ക് അയാളെ വിട്ടുപോകാൻ സാധ്യമല്ല. ഞാൻ വെറും നിലത്തിരുന്നു. അയാൾ എന്നെ തിരിച്ചറിയുമെന്ന് വിചാരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വെച്ച് എന്നെ കാണുമെന്ന് കരുതിയില്ലെന്ന് അയാളും പറഞ്ഞു. അയാൾ മടിക്കുത്തിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് മണ്ണെണ്ണ സ്റ്റൗവിൽ തീ പിടിപ്പിച്ചു. പിന്നീട് കുറച്ച് അരി കഴുകി വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് സ്റ്റൗവിലെ ജ്വാലകൾ നീലിക്കുന്നതും കാത്തിരുന്നു. ജ്വാലകൾ ആദ്യം ചുമപ്പായും പിന്നെ മഞ്ഞയായും കത്തി. പിന്നീട് അത് നീലയായി പരിണമിച്ചു. അപ്പോൾ അയാൾ പാത്രം അടുപ്പത്ത് വെച്ചു. വളരെ സാവധാനം വെള്ളം ചൂടാകുന്നത് പോലെ അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. കായൽ പോലെ അല്ല പുഴ. ഒഴുക്ക് വല്ലാത്തതാണ്. വേനലായാലും വർഷമായാലും ഓരോന്നൊഴുകി വരും. പ്രത്യേകിച്ച് വലിയ തടികൾ, തേങ്ങകൾ, ചിലപ്പോൾ മൃഗങ്ങൾ. ഒഴുക്ക് പക്ഷേ പുഴയുടെ കുറ്റമല്ല, അത് മനുഷ്യൻ്റെ കുറ്റമാണ്. മലമുകളിലെ മരങ്ങളെല്ലാം അവർ മുറിച്ചു. അപ്പോൾ മണ്ണൊലിച്ചു. ചിലയിടത്ത് പുഴ നികന്നു, വേറെ ചിലയിടത്ത് കുഴിഞ്ഞു. മനുഷ്യൻ എന്നാലും വെറുതെ വിടില്ല. അവൻ മണൽ വാരും, തീരം കയ്യേറും. ഗതികെടുമ്പോൾ വെള്ളമാണെങ്കിലും എല്ലാം തകർത്തെറിയും. എനിക്ക് പെട്ടെന്ന് അക്ഷമ അനുഭവപ്പെട്ടു. ദാസ്, ഞാൻ വിളിച്ചു. യൂദാസ്, അയാൾ തിരുത്തി. വെള്ളം തിളച്ചു തുടങ്ങിയിരിക്കുന്നു. അയാൾ ആവിയിലേക്ക് ഉറ്റുനോക്കി നിശ്ചലനായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു. ചുമലിൽ തല ചായ്ച്ചു. മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ താടിയും മീശയും നീലിച്ചു. അയാൾ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പക്ഷേ അയാൾ അനങ്ങുകയോ എന്നെ നോക്കുകയോ ചെയ്തില്ല. ഞാൻ ഇക്കാലം അത്രയും നിങ്ങളെ പ്രതീക്ഷിച്ചു. എൻ്റെ ശബ്ദത്തിൽ പരിഭവം തിങ്ങി. എന്തിന്? വെള്ളത്തിൽ വീണു വിറങ്ങലിച്ച് ചുളുങ്ങിയ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. എൻ്റെ കോപം വർദ്ധിച്ചു. ദാസ്, ഞാൻ വിളിച്ചു. എന്താണ് നിങ്ങൾ എൻ്റെ മനസ്സ് കാണാത്തത്? എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം. എന്തിന്? അയാൾ ഒരു വിഡ്ഢിയെപ്പോലെ ആവർത്തിച്ചു. എനിക്ക് മറുപടി ഉണ്ടായില്ല. ഞാൻ എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നത്? എന്തിനാണ് അയാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അയാൾ അനാഥൻ, മുതലയെന്ന ഇരട്ടപ്പേരുള്ളവൻ, ശവങ്ങൾ മുങ്ങിത്തപ്പുന്നവൻ. എന്നെപ്പോലെ യുവതിയും ആരോഗ്യവതിയുമായ ഒരു സ്ത്രീക്ക് ശവങ്ങളുടെ ഗന്ധമുള്ള അയാളെ എന്തിനാണ്? ഞാൻ തളർച്ചയോടെ അയാളുടെ മാർവിലേക്ക് ചാരി. അയാൾ അടുപ്പിലേക്ക് തന്നെ നോക്കി ഒട്ടിച്ചുവെച്ച ചിരിയോടെ ഇരുന്നു. എനിക്ക് താപവും നിരാശയും മൂലം ഭ്രാന്തിളകുമെന്ന് തോന്നി. ഞാൻ അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. നോക്കൂ, അന്നത്തെ ആ ഉച്ചനേരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കായലിൽ നനഞ്ഞ് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നില്ലേ? നിങ്ങളന്ന് ആൺകുട്ടികൾക്ക് സ്ത്രീകളെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കൊടുത്തിരുന്നത് മറന്നുപോയോ? നിങ്ങളെ ഞാൻ ചുംബിച്ചില്ലേ? ഞാൻ സ്പർശിച്ചില്ലേ? നിങ്ങൾക്ക് കോരിത്തെരിപ്പുണ്ടായില്ലേ? സത്യം പറയൂ ദാസ്, നിങ്ങൾക്ക് എന്നോട് ഒരു സ്ത്രീയോട് തോന്നുന്ന വികാരങ്ങൾ തോന്നുന്നില്ലേ? അയാൾ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. അതേ ഇരിപ്പ്, അതേ നിശബ്ദത. മഞ്ഞ ഇതളുകളുടെ നീല ജ്വാലയ്ക്കുമേൽ വെള്ളം മാത്രം ശബ്ദത്തോടെ തിളച്ചു. പിന്നീട് അയാൾ തടിക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ കട്ടിലിൽ പോയി കിടന്നു. അരി വെന്തപ്പോൾ സ്റ്റൗ അണച്ച് ഞാനും അയാൾക്കരികിൽ ചെന്നിരുന്നു. മുറിയിൽ ഇരുട്ടും മണ്ണെണ്ണയുടെ ഗന്ധമുള്ള നിശബ്ദതയും നിറഞ്ഞു. ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നിയ നിമിഷമായിരുന്നു അത്. അയാൾ തിരസ്കരിച്ചാൽ തുടർന്ന് ജീവിക്കാൻ ഒരു കാരണവും ഞാൻ കണ്ടില്ല. ഞാൻ ശബ്ദമില്ലാതെ കരഞ്ഞു. പുറത്ത് കല്ലെറിഞ്ഞാൽ ബ്ലും ശബ്ദത്തോടെ ഉണരാവുന്ന അകലത്തിൽ പുഴ ദുർബലയായി ഒഴുകി. എപ്പോഴോ അയാൾ തൻ്റെ നിവരാൻ വിസമ്മതിക്കുന്ന കൈകൾ കണ്ട് എൻ്റെ ചുമലിൽ തലോടി, മാറോട് ചേർത്തു. പിന്നീട് തളർന്ന മന്ത്രിക്കുന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായിരുന്നു. അതൊരു വല്ലാത്ത കാലമായിരുന്നു. മനുഷ്യരുടെ ദുഷ്ടത, ആർത്തി, ദയവില്ലായ്മ എല്ലാം ഞങ്ങളെ വേദനിപ്പിച്ചു. കൈയും കെട്ടി നോക്കിയിരുന്നാൽ അത് വലിയ തെറ്റാകുമായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഞാൻ പുറപ്പെട്ടത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. എനിക്ക് എന്നെക്കുറിച്ച് വലിയ അഭിമാനമുണ്ടായിരുന്നു. അവർ തകർത്തു കളഞ്ഞത് അതാണ്, ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ചുള്ള അഭിമാനം. അവൻ്റെ നെഞ്ചിൻകൂട് അത് ഞെരിഞ്ഞമർന്നപ്പോൾ ഞാനല്ലാതെയായി. ഞാൻ വെറും ഒറ്റുകാരനായി. അയാളുടെ കവിളിലൂടെ ചുടു കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. അയാളുടെ നെഞ്ചിൽ എൻ്റെയും കണ്ണീർ പുരണ്ടു. അയാളുടെ നെഞ്ചിനുള്ളിൽ നിന്ന് വലിയ പാറയ്ക്കടിക്കുന്നത് പോലുള്ള ഹുങ്കാരം ഉയർന്നു കേട്ടു.
കണ്ണീരിൻ്റെ വലിയൊരു ജലാശയമാണ് അയാളുടെ മൃദുലമായ നെഞ്ചിനുള്ളിലെന്ന് എനിക്ക് തോന്നി. കടലാസ് ഒട്ടിച്ചു മറച്ച ജനാല ചില്ലകളുള്ള വലിയ ഇരുട്ടുമുറിയിലാണ് അക്കാലത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മ. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. കടന്നു ചെല്ലുമ്പോൾ വല്ലാത്ത ദുർഗന്ധമുണ്ടായിരുന്നു. മൂത്രത്തിൻ്റെയോ മലത്തിൻ്റെയോ രക്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ. കരച്ചിൽ എപ്പോഴും ഉയർന്നു കേട്ടു. കരച്ചിൽ വല്ലാതെയായിരുന്നു. ആളുകൾ അവരല്ലാതായി തീരുന്ന കരച്ചിൽ. അവരൊക്കെ കൂടുതൽ കരയാതെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെയൊക്കെ ഞാൻ സ്നേഹിച്ചവരായിരുന്നു. അവരുടെ ശരീരം വേദനിച്ചപ്പോൾ എനിക്കും വേദനിച്ചു. അറിയാതെ ഞാൻ പറഞ്ഞു പോയി. ഓരോരുത്തരും ഓരോ ആളുടെ പേര് പറഞ്ഞു. ഒരു ചങ്ങല പോലെ അവർ ഓരോ കണ്ണിയായി കണ്ടെടുത്തു. അതെല്ലാം ചേർത്ത് വെച്ച് ഒരു കഥയുണ്ടാക്കി. അതിൽ ഞാൻ മാത്രം യൂദാസായി. ഞാൻ കൈയെത്തി അയാളുടെ കണ്ണുനീർ തുടച്ചു. നിങ്ങൾ യൂദാസല്ല. ഞാൻ പറഞ്ഞുപോയി പ്രേമേ. എനിക്കറിയാവുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞുപോയി. അയാൾ പൊട്ടിക്കരഞ്ഞു. സുനന്ദയെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. അവളെ ഞാൻ പ്രേമിച്ചിരുന്നു. എന്നിട്ടും അവളുടെ പേര് ഞാൻ പറഞ്ഞു. അവൾക്ക് എന്നെക്കാൾ ധൈര്യമുണ്ടായിരുന്നു. എത്ര വേദനിച്ചിട്ടും അവൾ കരഞ്ഞില്ല. ഒരു വാക്കും പറഞ്ഞില്ല. അവളെ ദ്രോഹിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ ഞാനാണ് ഒരാളെ കൂടി ഒറ്റിക്കൊടുത്തത്. സുനന്ദയെയും അവളുടെ സുഹൃത്തായിരുന്ന ഒരു രാജനെയും അവർ കൊന്നു. ആ ജഡങ്ങൾ അവർക്കു വേണ്ടി ഞാനാണ് കയത്തിലെറിഞ്ഞത്. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രേമേ. കായൽ മുങ്ങിയാലും ഏത് കടലിൽ ഉളിയിട്ടാലും പുഴയിൽ ഒലിച്ചു പോയാലും ആ കയത്തിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ മൂളും. ഞാൻ ഒറ്റുകാരനാണ്. പക്ഷേ എന്നെ തന്നെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്. അയാളുടെ നെഞ്ചിൻകൂട് ഏങ്ങലിൽ അലയടിച്ചു കൊണ്ടിരുന്നു. എനിക്ക് തല പെരുകുകയായിരുന്നു. ആ നേരത്തെ മനോവിക്ഷോഭത്തിൽ ഞാൻ നിലതെറ്റി വേദനയുടെയും വിഭ്രമങ്ങളുടെയും കയങ്ങളിലേക്ക് ആഴ്ന്നു. രാത്രി മുഴുവൻ അയാൾ ഏങ്ങലടിച്ചു. ഉറങ്ങൂ. ഞാൻ പാതി മയക്കത്തിൽ മന്ത്രിച്ചു. എനിക്കുറക്കം വരികയില്ല പ്രേമേ. അയാൾ എന്നെ ചേർത്തണച്ചു. നിനക്ക് മനസ്സിലാവില്ല. ഒറ്റുകാരൻ ഒരിക്കലും ഉറക്കം വരികയില്ല. അയാൾ അന്ന് ഉറങ്ങിക്കാണില്ല. ഞാൻ പക്ഷേ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ കൊണ്ടായിരുന്നിരിക്കാം ഗാഢമായി ഉറങ്ങി. ഉറക്കത്തിൽ ഞാൻ ഇരുട്ടും ഭീമൻ ഇലകളുള്ള ചുവന്ന വള്ളിച്ചെടികളും സ്വപ്നം കണ്ടു. 2 പാറക്കെട്ടുകൾക്കിടയിൽ ഒരു വശം പിഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഒരു തൂക്കുപാലത്തിലൂടെ ഞാൻ നടന്നുപോയി. തൂക്കുപാലം പാതി വഴിയിൽ പൊട്ടിവീണു. അഗാധമായ കയത്തിലേക്ക് പാലം ഒരു മീൻ കൊത്തിയെപ്പോലെയും ഞാൻ പക്ഷിച്ചുണ്ടിൽ നിന്ന് തെറിച്ച പരൽമീനിനെ പോലെയും നിലം പതിച്ചു. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെയാണ്. വായുവിലൂടെയുള്ള വീഴ്ചയും എനിക്ക് അനുഭവപ്പെട്ടു. സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ എനിക്ക് വായുവും വെള്ളവും തമ്മിൽ ഒരു വ്യത്യാസവും അനുഭവപ്പെട്ടില്ല. താഴ്ന്നു ചെല്ലുമ്പോൾ എന്നെ കാത്ത് ആരുടെ ശവമാകാം കണ്ണു തുറന്ന് ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നതെന്ന് എന്നു മാത്രം സംശയം തോന്നി. ആ അർത്ഥബോധത്തിലും എനിക്ക് സുനന്ദ എന്ന പെൺകുട്ടിയോട് അസൂയ തോന്നി. യൂദാസ് എൻ്റേതാണ്. അയാളെ എനിക്ക് വേണം. ഉണരുമ്പോൾ ഞാൻ അയാളെ പുതിയൊരു ലോകത്തിലേക്ക് നയിക്കും. ഞങ്ങൾ ഒന്നിച്ച് പുതിയൊരു ലോകത്തിനു വേണ്ടി പോരാടും. പുതിയ ലോകം, പുതിയ ജനാധിപത്യം, വിപ്ലവം ജയിക്കട്ടെ. ഞാൻ മന്ത്രിച്ചു. നക്സൽബാരി വളരട്ടെ. പുലർച്ചെ ഞാൻ ഉണർന്നപ്പോൾ യൂദാസ് ഉണ്ടായിരുന്നില്ല. കാക്ക തൊടാത്ത ബലിച്ചോറെന്ന പോലെ തണുത്ത ചോറ് സ്റ്റൗവിനുമേൽ തുറന്നു വെച്ചിരുന്നു. അയാളുടെയും എൻ്റെയും കണ്ണീരിൻ്റെ ഈറൻ മാത്രം എൻ്റെ നെഞ്ചിൽ അവശേഷിച്ചു. ഞങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച പുതിയ ലോകം ശൂന്യവും ഇരുണ്ടതുമായി കാണപ്പെട്ടു. 3-ാം ദിവസം ജലപ്പരപ്പിലേക്ക് പൊന്തിവരുന്ന ശവത്തെപ്പോലെ ഞാൻ ഉള്ളുപൊള്ളയായി കോഴിക്കോട്ടെ എൻ്റെ ഹോസ്റ്റൽ മുറിയിലേക്ക് തിരിച്ചുപോയി.